വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു. CPIM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊടിയേറും. സമ്മേളനത്തിനെത്തുന്ന പ്രതിനിധികളെ വരവേൽക്കാൻ കൊല്ലം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് CPIM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായ കൊടിമര പതാക ജാഥകൾ ഇന്ന് വൈകിട്ട് പൊതുസമ്മേളന നഗരിയായ ആശ്രാമത്ത് സീതാറാം യെച്ചൂരി നഗറിൽ സംഗമിക്കും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സമ്മേളന സംഘാടക സമിതി ചെയർമാനുമായ KN ബാലഗോപാൽ പതാക ഉയർത്തും. തുടർന്ന് ജില്ലയിലെ 23 രക്തസാക്ഷി സ്മൃതി കുടീരങ്ങളിൽ നിന്നുള്ള ദീപശിഖായാത്രകൾ സംഗമിച്ച് പ്രതിനിധി സമ്മേളന വേദിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സ്ഥാപിക്കും. പ്രതിനിധി സമ്മേളന നഗരിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ CPIM കോർഡിനേറ്റർ പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും വിവിധ ജില്ലകളിൽ നിന്നുമായി 486 പ്രതിനിധികളും 44 നിരീക്ഷകരും അതിഥികളും അടക്കം 530 പേർ സമ്മേളനത്തിന്റെ ഭാഗമാകും. തുടർഭരണം ലക്ഷ്യമായിട്ടുള്ള നീക്കങ്ങൾ CPIM സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകും. MLA-മാരുടെ 2 ടേം നിബന്ധന മാറ്റുന്ന കാര്യം ചർച്ച ചെയ്യാനാണ് സാധ്യത. വിജയസാധ്യതയുള്ള 2 ടേം പൂർത്തിയാക്കിയ MLA-മാരെ മാറ്റുന്നത് തുടർഭരണ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ ഇടയുണ്ടെന്നും പാർട്ടിയിൽ വിലയിരുത്തലുണ്ട്. CPIക്ക് തൊട്ടു പിന്നാലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് CPIM MLA-മാർക്ക് 2 ടേം പരിധി കൊണ്ടുവന്നത്. 2021 2 ടേം പരിധി പ്രാബല്യത്തിൽ വന്നതോടെ 22 MLA-മാരാണ് ഒഴിവാക്കപ്പെട്ടത്. ഇതിൽ 5 മന്ത്രിമാരും ഉൾപ്പെട്ടു. 2 ടേം പരിധി ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, KK ശൈലജ, TP രാമകൃഷ്ണൻ, സജി ചെറിയാൻ, വീണ ജോർജ് തുടങ്ങിയ 25 പേർക്ക് വീണ്ടും ജനഹിതം തേടാൻ അവസരം ഒരുങ്ങും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പല പുതുമുഖങ്ങൾക്കും ജയിച്ചു കയറാൻ അവസരമൊരുക്കില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പ്രത്യേകിച്ചും CPIM-ഉം കോൺഗ്രസും നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളാണ് ഭരണസിരാ കേന്ദ്രത്തിലെത്താൻ ഇരു മുന്നണികൾക്കും മേൽക്കൈ നൽകുന്നത്. പരിധി ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ തെക്കൻ കേരളത്തിൽ 2 ടേം പൂർത്തിയാക്കിയ ഒട്ടുമിക്ക നിയമസഭാ സാമാജികന്മാർക്കും വീണ്ടും മത്സരത്തിന് സാധ്യതയുണ്ട്. 2 ടേം പരിധി കർശനമായി നടപ്പാക്കുകയാണെങ്കിൽ 3ാം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന പിണറായി വിജയൻ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പട്ടികയിലുള്ള KK ശൈലജ, TP രാമകൃഷ്ണൻ എന്നിവർക്ക് മത്സരത്തിൽ നിന്നും പിന്മാറേണ്ടി വരും. 2021 2 ടേം പരിധി നടപ്പിൽ വന്നപ്പോൾ 8 സീറ്റുകൾ LDF-ന് കൂടി. എന്നാൽ 2021 സാഹചര്യമല്ല 2026 ഉള്ളതെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. 2 ടേം പരിധി വന്നതിനോട് പല മുതിർന്ന നേതാക്കൾക്കും വിയോജിപ്പുണ്ടായിരുന്നു. എന്നാൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന നിലപാടിൽ നേതൃത്വം ഉറച്ചുനിന്നു. ഇപ്പോഴത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ വിട്ടുവീഴ്ചകൾ അനിവാര്യമെന്നാണ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. സമ്മേളനവേദിയിൽ 2 ടേം പരിധി ഉന്നയിച്ചാലും ഇളവിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് പുതിയ സംസ്ഥാന കമ്മിറ്റിയായിരിക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.